ഇത് മത്തങ്ങയല്ലേ? മത്തങ്ങയല്ല, ചരക്കിയെ വലുതായി ചരക്കി മാറി കണ്ട അത്ഭുതം. അല്ല മൂക്കാത്ത പൊട്ടിക്കേ. ആ അതെ വന്നു. അത് ഏത് കളേഴ്സ് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഈ അവതാറിന്റെ ഒക്കെ നമ്മുടെ കടയുടെ അപ്ഡേറ്റ്സ് കാണിക്കാൻ പറഞ്ഞിട്ട് കുറെ എൻട്രികൾ വരാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഇന്റർവ്യൂ ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും. പ്രിയപ്പെട്ടവരെ നമസ്കാരം. സരിതയും തന്നെയും കൂടിയിട്ട് കടയിലേക്കുള്ള നമ്മുടെ കടയുടെ അപ്ഡേറ്റ്സ് കാണിക്കാൻ പറഞ്ഞിട്ട് കുറെ കമന്റ് വരുന്നുണ്ട്. നിങ്ങൾ എന്താ നിർത്തിയ വേണ്ടാന്ന് വെച്ചാ അതിനെ കുറിച്ച് പിന്നെ ഒരു വിവരവും ഇല്ലല്ലോ. എന്നാണ് ഉദ്ഘാടനം? അത് ഇനി ഉദ്ഘാടനം കഴിഞ്ഞ പിന്നെ ഷോപ്പിന്റെ ഉള്ളിലത്തെ പണികൾ എവിടം വരെ അപ്ഡേറ്റ്സ് കാണിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ വീഡിയോയിലും കമന്റ് വരുന്നുണ്ട്. അപ്പൊ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. മിക്കവാറും ഫെബ്രുവരി 11-ാം തീയതിയാണ് ഞങ്ങളുടെ മനസ്സിലുള്ളൊരു ദിവസം. നമ്മൾ ദിവസമൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അന്ന് തുടങ്ങണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു 99-100% പണി കഴിഞ്ഞാലും തുടങ്ങും. അതെ, ഫെബ്രുവരി മകരത്തില് തുടങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കാരണം മകരമാസം കഴിയണ്ടെന്ന് വിചാരിച്ചു. മകരം കഴിഞ്ഞ് കുംഭമാസം പിന്നെ നല്ലതല്ല തുടങ്ങാൻ. അപ്പൊ നമ്മള് വെറുതെ വാടക കൊടുത്ത് ഇങ്ങനെ പോവല്ലേ. അപ്പൊ മകരത്തില് തുടങ്ങാൻ. അപ്പൊ അതിലേക്ക് കടയിലേക്ക് ഈ മാനിക്വിൻസ് വെക്കില്ലേ ഫ്രണ്ടില്, ഡെമോ ഡ്രസ് ഇട്ടിട്ട് ഇങ്ങനെ, അത് വാങ്ങിക്കാനാണ് ഞങ്ങളിപ്പോ പോണത്. ചാലക്കുടിയിലേക്ക് പോവാ. അപ്പൊ അത് വെറുതെ ഒരു വീഡിയോ ആക്കാന്ന് വിചാരിച്ചു. അപ്ഡേറ്റ്സ് പറയുകയും ചെയ്യാം ഈ കടേനെ കുറിച്ചിട്ട്. സ്റ്റാഫിന്റെ കാര്യം ഞാനൊരു വീഡിയോയിൽ പറഞ്ഞതാണ്. എന്നാലും ഞാൻ പറയാണ്, നമുക്ക് ഷോപ്പിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട്. ഒരാളെ കിട്ടി, കമ്പ്യൂട്ടറിൽ ബില്ലിങ്ങിനുള്ള ആളെ കിട്ടി. ഇനി നമുക്ക് 2 പേരും കൂടി വേണം സെയിൽസിലേക്ക്. അതിലത്തെ ഒരാൾക്ക് സ്റ്റിച്ചിങ്ങും കൂടി അറിയുകയാണെങ്കിൽ ചെറിയ രീതിയിൽ അറിഞ്ഞാൽ മതി. ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യാൻ, അതായത് റെഡിമെയ്ഡ് എടുക്കുന്നവർക്ക് കൈയോടെ ഒന്ന് ഓൾട്ടർ ചെയ്ത് കൊടുക്കാനായിട്ടൊക്കെ, കൈ വെക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാനൊക്കെ അറിയണം. പിന്നെ അളവെടുക്കാൻ അറിയണം. അതന്നെ, അളവ് ജസ്റ്റ് മെഷർമെന്റ്. നമ്മൾ ആദ്യം സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ഒരു ടീമിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് സ്റ്റിച്ചിങ്ങും കൂടി നമ്മൾ എടുക്കുകയാണ്. നമ്മുടെ അവിടെ നിന്ന് എടുക്കണ മെറ്റീരിയൽസിന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരും. നമ്മള് ചുരിദാർ റെഡിമെയ്ഡ് മാത്രല്ല, ചുരിദാർ മെറ്റീരിയൽ, റണ്ണിങ് മെറ്റീരിയൽ ഇല്ല. ഇപ്പോ ചുരിദാറിന്റെ മെറ്റീരിയലും വെക്കുന്നുണ്ട്. അപ്പൊ അത് എടുക്കുന്നവർക്ക് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അവർ സ്ഥിരമായിട്ട് തയ്പ്പിക്കുന്നവർക്ക് അവിടെ തയ്പ്പിക്കാം. അതല്ലാണ്ട് നമ്മുടെ കയ്യിൽ തന്നെ തയ്ക്കാൻ തരാണെങ്കിൽ നമ്മള് വേറൊരു ടീമിനെ, അവര് ഞങ്ങള് വെച്ചേക്കണ സ്റ്റാഫ് ഒന്നല്ല, അവര് വേറൊരു ബൊട്ടിക്കാണ്, അവരായിട്ട് നമ്മൾ കൊളാബ് ചെയ്യണം. അപ്പൊ അവര് നമ്മളുടെ ഇത് അവര് തയ്ച്ച് ഇവിടെ കൊണ്ടുപോയി തരും. അല്ലെങ്കിൽ നിങ്ങളുടെ വീട് എവിടെയാണെന്ന് വെച്ചാൽ അവിടേക്ക് അവര് കൊണ്ടുവന്ന് തരും. തൃശ്ശൂർ ജില്ലയിൽ കേട്ടാ. തൃശ്ശൂർ അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിലേക്ക് വന്നാൽ മതി. വന്ന് വാങ്ങിക്കാം. അങ്ങനെ വന്ന് വാങ്ങിക്കാം. അപ്പൊ അവർക്ക് അപ്പൊ നമ്മള് മെഷർമെന്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് എടുത്ത് കൊടുക്കണം. അപ്പൊ അളവെടുക്കാൻ അറിയണം. ജസ്റ്റ് അളവെടുക്കാൻ അറിയണം ഒരു സ്റ്റാഫിനെയാണ് നമുക്ക് ഒരാളെ വേണ്ടത്. ചെറുതായിട്ട് സ്റ്റിച്ചിങ് അറിയണം. ചെറുതായിട്ടല്ല, നന്നായിട്ട് ഷേപ്പ് ആക്കണം, വൃത്തിയിൽ ചെയ്യണല്ലോ. അപ്പൊ സ്റ്റാഫ് ലേഡീസ് സ്റ്റാഫാണ് വേണ്ടേട്ടാ. അത് നമ്മുടെ കുട്ടനെല്ലൂരാണ് നമ്മുടെ ഷോപ്പ് എന്ന് പറയല്ലോ. അപ്പൊ കുട്ടനെല്ലൂര്, അഞ്ചേരി, ഒല്ലൂര്, പുത്തൂര് വശത്തുള്ളവർക്ക് വരാൻ സൗകര്യം ആയിരിക്കും, എളുപ്പത്താം നമ്മുടെ അവിടേക്ക്. ഒരു 10 മിനിറ്റ് നേരത്തെ വഴിയുള്ളൂ. അങ്ങനെയുള്ളവരെയാണ് ഞങ്ങള് കൂടുതൽ പ്രിഫർ ചെയ്യണേ. അപ്പൊ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഇവിടെ തരുന്ന നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടുക. ഞങ്ങൾക്ക് കുറെ എൻട്രികൾ വരാണെങ്കിൽ ഞങ്ങൾ 2 പേരും ഇന്റർവ്യൂ ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും. അപ്പൊ ഇനി നമുക്ക് ഒരുമിച്ച് ചാലക്കുടിക്ക് പോവാം. ചാലക്കുടി. അതെ, നമ്മള് ചാലക്കുടിയില് മാനിക്വിൻ മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ നോക്കിയിട്ട് കിട്ടിയ സ്ഥലമാട്ടത്. അപ്പൊ ഇത് വന്നപ്പോ ഞങ്ങളുടെ മനസ്സിലുള്ള പോലത്തെ സ്ഥലം, ഞങ്ങളൊരു ഷോപ്പൊക്കെയാ പ്രതീക്ഷിച്ചേ. പക്ഷെ ഇതെന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീടാണ്. ആ വീടിന്റെ മുകളിലാണ് സംഭവമൊക്കെ ഞങ്ങൾ നോക്കി. അപ്പോ ചേട്ടൻ വരും നിങ്ങള്. ഈ ചേട്ടനാണ് ഇതിന്റെ ഓണർ. പേര് ജിയോ ജോസഫ് എന്നാണ് ആളുടെ പേര്. അങ്ങനെ ഒരു ഡയറക്ടർ ഇല്ലേ ആൾക്ക്. എന്തായാലും ഞാൻ മൈക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് മോളിലേക്ക് പോവാം. അപ്പോഴേ നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴേ ആള് പറയാണ്, അങ്ങനെയാണെങ്കിൽ ഒരു 10-50 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നില്ലേ നിങ്ങൾക്കെന്ന് ചോദിക്കുക. കാരണം ഇവിടെ റിനോവേഷൻ നടക്കുകയാണ്. എവിടെ ഇരിക്കും? അപ്പൊ ഈ ഷോപ്പ് ഇവിടുന്ന് മാറ്റാൻ പോവാൻ മോളിന്ന്? ഇല്ല, താഴ്ത്തിയാക്കാൻ പോവാ. താഴ്ത്തിക്ക് മാറ്റാൻ പോവാണ്. നല്ലൊരു ഷോപ്പിന്റെ ഒരു സെറ്റപ്പിൽ. പിന്നെ കുറെ കൂടിയും മാനിക്യൂർ മ്യൂസിയം പോലെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ആള് ചെയ്യാൻ പോവായിരുന്നു. അപ്പൊ അത് കാണിക്കുകയാണെങ്കിലായിരുന്നു നല്ലത്. പക്ഷെ നമുക്ക് ഇപ്പോഴല്ല ആവശ്യം. അപ്പൊ അങ്ങനെ. അപ്പൊ എന്തായാലും ഞങ്ങള് നോക്കട്ടെ കേട്ടാ. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇതിപ്പോ എത്ര റേറ്റില സ്റ്റാർട്ട് ചെയ്യണേ? നമുക്കൊരു 2500 സ്റ്റാർട്ട് ചെയ്യും. ഈ 2500 കാണിച്ചു തരും. പ്ലാസ്റ്റിക്സിന്റെ
ആ ഇതാണ് സ്കിൻ കളർ സ്കിൻ കളർ. ആ ഇത് ആണ് 2500 രൂപ സാധനം. ഇത് ആക്ച്വലി ഫൈബർ അല്ല, പ്ലാസ്റ്റിക് തന്നെയാണ്. 4000 റുപ്പീസ് റേഞ്ച് വരുന്ന പ്ലാസ്റ്റിക്സ് ആണ്. പിന്നെ ഇതെല്ലാം ഫൈബേഴ്സ് ആണ്. ഫൈബേഴ്സ് നമുക്ക് ഒരു 200 മോഡലുണ്ട്. നമുക്ക് ആസ് പെർ ദ ഓർഡർ അനുസരിച്ച് ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് കാറ്റലോഗ് ഉണ്ട്, അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഒരു 7 to 10 days ആണ് നമുക്ക് സമയം വേണ്ടി വരുന്നത് പ്രോഗ്രാം ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് റെഡിയിൽ കിട്ടില്ല, നമ്മൾ പറഞ്ഞ ഓർഡർ ചെയ്താൽ നമുക്ക് എത്തിച്ചു തരും. ബാംഗ്ലൂരാണ് നമ്മുടെ ഫാക്ടറി വരുന്നത്. പിന്നെ അപ്പോൾ ഇന്നിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ റെഡി ഉള്ളതൊക്കെ ആണെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ കയറും, നാളെ രാവിലെ ഇവിടെ കിട്ടും. ഫൈബറിന്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് 5500 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ തലയില്ലാത്തൊക്കെ ആണെങ്കിൽ നമുക്കൊരു 5000 റേഞ്ചിൽ കൊടുക്കാൻ പറ്റും വിതൗട്ട് ഹെഡ്. വിത്ത് ഹെഡ് നമുക്ക് 5500 സ്റ്റാർട്ട് ചെയ്യും. കുട്ടികളൊക്കെ നമുക്കൊരു 2500 നമുക്ക് 2 വയസ്സ് തൊട്ട് 10 വയസ്സ് വരെ ഉണ്ട്. ജമ്പിങ് സൈസാണ്. 2 വയസ്സ്, 4 വയസ്സ്, 6 വയസ്സ്, 8 വയസ്സ്, 10 വയസ്സ്, അങ്ങനെ. സാധാരണ ഫൈബറിലാണ് നമുക്ക് ഇത്രയും റേഞ്ചസ് കിട്ടുള്ളൂ. പ്ലാസ്റ്റിക്സിൽ സാധാരണ നമുക്ക് 1-2 റേഞ്ചേ ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് ജ്വല്ലറി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ പ്രോഡക്ട്സ് ഉണ്ട്. ഡിസ്പ്ലേ പ്രോഡക്ട്സ് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. ജ്വല്ലറി ഞങ്ങൾക്ക് പ്ലാനിലുണ്ട്, ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ജ്വല്ലറിയിൽ ഫൈബറിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് കസ്റ്റമൈസ്ഡ് ആണ്. നമുക്ക് നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ച്, നിങ്ങളുടെ പ്രൈസിങ് അനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരാൻ പറ്റും. അത് ഏത് കളേഴ്സ് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഈ അവതാർ ആക്ച്വലി ഒരു നമ്മൾ ലീ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ മാനിക്വിൻസ് ആണ്. അവർ ബോട്ടം വെയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അവരുടെ ലേഡീസിനും ജെൻസിനും വേണ്ടി. അപ്പോൾ അത് പുറത്തുനിന്ന് കിട്ടിയതാണ് എനിക്ക്. അത് US ബേസ്ഡ് ആണ് ആക്ച്വലി. അവിടെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തെടുത്തതാണ് അത്. അപ്പോൾ അത് സെയിൽ പീസ് അല്ല, അത് ഇതൊരു ഹാൻഡിക്സ് പോലെ നമ്മളിങ്ങനെ വെച്ചിരിക്കുകയാണ്. ഈ ബ്ലാക്ക് നമ്മൾ സ്റ്റൊമക് മെൻ എന്ന് പറയും. അതുപോലെ തന്നെ നമുക്ക് ലേഡിയില് പ്രഗ്നന്റ് ലേഡി നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നതാണ്, കസ്റ്റമറുടെ ചോയ്സ് പ്രകാരം കുറച്ച് വയറൊക്കെ ചാടിയിട്ടുള്ള ആളുകൾക്ക് പറ്റിയ. അതെ 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 അതെ. പഴയ ഒരു 50 കഴിഞ്ഞിട്ടുള്ളവർക്കൊക്കെ ഉള്ള ഡ്രസ്സസ് ഒക്കെ വെയർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ആ ഒരു മാനിക്യൂൻ ആണ്. പിന്നെ പ്രഗ്നന്റ് ലേഡി ഉണ്ട്. അങ്ങനെ ഏത് കാറ്റഗറി വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ റിക്വയർമെന്റ്. പിന്നെ അതിനകത്ത് ഗ്ലോസി ഫിനിഷ് ഉണ്ട്, പേൾ ഫിനിഷ് ഉണ്ട്, ഗോൾഡൻ ഫിനിഷ് ഉണ്ട്. ഏത് ഫിനിഷിൽ വേണമെങ്കിൽ. അതെ അതെ, ഇപ്പോഴും നല്ലത് വൈറ്റ് ആണ്. ഇപ്പോഴും നല്ല വൈറ്റ് ആണ് ഏറ്റവും നല്ലത്. നമുക്ക് പേൾ വൈറ്റും അല്ലെങ്കിൽ പ്യൂർ വൈറ്റ് ഒക്കെയാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മുടെ ഡ്രസ്സിനാണ് കൂടുതൽ അപ്പിയറൻസ് കിട്ടണമെങ്കിൽ അത് വൈറ്റ് ബേസ്ഡ് ആയിരിക്കണം. ഇതൊക്കെ ജ്വല്ലറി റിലേറ്റഡ് പ്രോഡക്ട്സ് ആണ്. നമുക്ക് ബാംഗിൾസും അതേപോലെ തന്നെ നെക്ലസസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഈ പ്രീമിയം ആയിട്ടുള്ള നമ്മുടെ ജ്വല്ലറീസിലൊക്കെ അത് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവരുടെ എക്സ്ക്ലൂസീവ് പീസുകളൊക്കെ ഉണ്ടാവും. ഡയമണ്ട് 5 lakhs ഒക്കെ കോസ്റ്റ് വരുന്നൊക്കെ അതിനകത്താണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. പിന്നെ ഡിസ്പ്ലേ സ്റ്റാൻഡുകളുണ്ട്. നമുക്കിപ്പോൾ ഒരു സ്റ്റോർ തുടങ്ങുമ്പോൾ നമുക്ക് നോർമലി ഇപ്പോൾ നമുക്ക് ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള ഡിസ്പ്ലേ സ്റ്റാൻഡുകൾ അവൈലബിൾ ആണ്. എല്ലാം ഒരു സെയിൽസ്മാൻ്റെ ഹെൽപ്പ് ഇല്ലാണ്ട് തന്നെ എല്ലാം എടുക്കാൻ പറ്റും. കസ്റ്റമറിന് തന്നെ ചൂസ് ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. അതെ, ഞങ്ങൾ അങ്ങനെ തന്നെ വിചാരിക്കുന്നത്. പരമാവധി ഹാങ്ങറിൽ ഇടാം. അപ്പോൾ നിങ്ങളുടെ ആയിട്ടുള്ള ഡിസൈനിൽ നമുക്ക് കസ്റ്റമൈസ് തരാൻ പറ്റും. ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇൻറ്റീരിയർ ചെയ്യണവർ തന്നെ ഈ സ്റ്റാൻഡൊക്കെ ചെയ്യുന്നുണ്ട്. അത് കൂടാണ്ട് വേറെ സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ചെറുതുകളെ അവിടെ ആ സ്ഥലം ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന്റെ സൈസും മെഷർമെന്റും തന്നാൽ നമുക്ക് ചെയ്തു തരാൻ പറ്റും. സാരീസ്, കുട്ടികളുടെ ഡ്രസ്സസ്, ഇത് 16 വേ ആണ്. തൽക്കാലം ലേഡീസ് വെയർ ഉള്ളൂ, കുട്ടികളുടെ ഇല്ല, സാരി ഇല്ല. ഒരു ടീനേജേഴ്സ് തൊട്ട് ഉള്ള അവരുടെ വെസ്റ്റേൺ ഡ്രസ്സ്, പിന്നെ റെഡിമെയ്ഡ് ചുരിദാർ, അങ്ങനെയൊക്കെ. പിന്നെ മെറ്റീരിയൽ ഡ്രൈപ്പ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ ഇങ്ങനത്തെ ഇടേണ്ടി വരൂല്ലേ? മെറ്റീരിയൽ ഇങ്ങനത്തെ അല്ലല്ലേ, ഇങ്ങനെ കുളത്തിട്. അതിന് ഈ ക്ലിപ്പടക്കുള്ളത് വേണ്ടി വരില്ലേ? മെറ്റീരിയൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡ്രൈപ്പ് ചെയ്യാം. മാനിക്യൂൻസിൽ ഡ്രൈപ്പ് ചെയ്യാം. ഡ്രസ് ഫോം ഉണ്ട്, അതിൽ നമുക്ക് ഡ്രൈപ്പ് ചെയ്യാം. കുട്ടികളുടെയും ലേഡീസിൻ്റെയും ജെൻസിൻ്റെ ഒക്കെ നമുക്ക് ഹാങ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. പ്ലാസ്റ്റിക്. ഇപ്പം ഇവിടെ ഉള്ളത് ഈ 3 ഐറ്റംസ് ഉള്ളൂ. നമുക്ക് ഏത് ഫോട്ടോസും നിങ്ങൾ കാണിച്ചു തന്നാൽ നമുക്ക് ചെയ്തുതരാം. നമ്മൾ ആസ് പെർ ദ ഓർഡർ അനുസരിച്ച് ചെയ്തു. ഞാൻ കുറച്ച് ഫോട്ടോസ് ഷെയർ ചെയ്യാം, അപ്പോൾ അതിലെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും. അതായത് മാനിക്വിൻസും സ്റ്റാൻഡും ഈ ഹാങ്ങറും അല്ലാണ്ട് പിന്നെന്താ ഉള്ളത്? വിഷ്വൽ മെർച്ചൻഡൈസിംഗ് എന്ന് പറയും. നമ്മൾ സ്റ്റോറിൽ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്.
ഒരു ലൈഫ് ഫീലിംഗ് ഉണ്ടാക്കുന്നത് ചെയ്തു. ബാംഗ്ലൂർ പല സ്റ്റോഴ്സിലും അത് അവൈലബിൾ ആണ്. ആ ഇവിടെ അത്രയും വരുന്നേ ഉള്ളൂ അത്. അപ്പോൾ അത് നമ്മൾ ചെയ്യും. നിങ്ങളുടെ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. അത് നമ്മൾ സ്റ്റോറിൽ തന്നെ ഒരു ഡിസൈൻ കൊടുത്തിട്ട് ഒരു തീം കൊടുത്തൊരു സ്റ്റോറിയൊക്കെ പറഞ്ഞിട്ട് ആ നമ്മൾ പ്രസൻറ്റേഷനൊക്കെ നന്നാക്കും, ഫോക്കൽ പോയിന്റ്സ് ഡെവലപ്പ് ചെയ്യും. ആ ഒരു വിഷ്വൽ മെർച്ചൻഡൈസിംഗ് എന്നാണ് പറയാം. ആ ആ ഞങ്ങളുടെ നോക്കലൊക്കെ കഴിഞ്ഞു, ഓർഡർ ചെയ്തു. നമുക്ക് മുൻപ് തന്നെ കോഴിക്കോട്, കൊച്ചി, ബാംഗ്ലൂരൊക്കെയുള്ള കുറച്ച് ടീമുകളുടെയൊക്കെ ഞങ്ങളിങ്ങനെ കുറച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് നാളെ അന്വേഷിച്ച് തുടങ്ങിയിട്ട് ഈ സാധനങ്ങൾ നമുക്ക് ആവശ്യമാണല്ലോ അതിന് വേണ്ടി. അപ്പം ഞങ്ങൾ അവിടെയൊക്കെ അവരായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടൊക്കെ നോക്കി. അതിന് ശേഷമാണ് പിന്നെ ഗൂഗിളിൽ നോക്കിയപ്പോഴാണ് നമ്മുടെ അടുത്ത് കണ്ടേ. അപ്പോൾ പിന്നെ ഇവിടെ വന്ന് നമുക്ക് തന്നെ നേരിട്ട് കണ്ടു നോക്കി വാങ്ങിക്കാമല്ലോ വെച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ അടുത്തൊക്കെ കണ്ടതിനേക്കാളും നമുക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ റേറ്റും കുറവാണ്, അതും ഒരു മെയിനായിട്ട് അതാണല്ലോ. അപ്പം അങ്ങനെ അപ്പം നമ്മൾ ഓർഡർ കൊടുത്തു. വുഡൻ ഹാങ്ങറും പിന്നെ മാനിക്കിനും ഓർഡർ കൊടുത്തു. ആ അതാണ് വൈഫ്. ഇവിടെ ഉണ്ടായിരുന്നില്ല അല്ലേ? ആ എക്സാം എവിടെയാ? ആ ധ്യാനം. ആ നമ്മൾ പോയിട്ടില്ലേ 10ാം ക്ലാസ്സിലെ ധ്യാനത്തിന് ജെറുസലേമിലേക്കില്ലേ? സ്കൂളിൽ നിന്ന് കൊണ്ടുപോയതാ, സ്കൂളിൽ നിന്ന്. അപ്പം ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങാണ്. ജ്യൂസൊക്കെ കുടിച്ചു. ചേച്ചി അടിപൊളി നല്ല കുക്കാണെന്ന്. അപ്പം നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ജ്യൂസ് ഉണ്ടാക്കി തന്നു. അപ്പം അതൊക്കെ കുടിച്ച് ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങാണ്. ഈ സാധനങ്ങൾ ഇനി 2 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ അവിടേക്ക് എത്തിച്ചു തരും. മാനുഫാക്ചറിങ് നടക്കണത് പറഞ്ഞല്ലോ ബാംഗ്ലൂരാണ്. നമ്മൾ ചാലക്കുടിയിൽ പോയിട്ട് വന്നു, ഉച്ചയ്ക്ക് വന്നു, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടെ ഇരുന്നു. ഉച്ചത്തിൽ ഒരു 4:30 ഇപ്പോൾ എങ്ങടെ വന്നതാ. അപ്പോൾ ഇതൊക്കെ പഴുത്തു. കൈപ്പക്കായ നോക്കിയേ എന്തുട്ടാ കയ്പക്കായെന്നറിയോ? പക്ഷെ പഴുത്തു. പഴുക്കുമ്പോഴേക്കും പൊട്ടിക്കണ്ടേ? നല്ലത് കൂട്ടാൻ വയ്ക്കാൻ അടിപൊളിയാണ്. കണ്ടാ ഇത് ഇവത്തിരി പൊളിഞ്ഞു തുടങ്ങിയിട്ട് സരിത. ഇത് അത്ര വലിപ്പമുള്ളതല്ല, എന്നാലും മീഡിയം. കേടായി, ഒന്നും കെട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഇപ്പം എന്തൊരു കുഴപ്പം വെച്ചിട്ടുണ്ടെങ്കിലേ ഇത് നല്ലതാണ്. ഈ വെയിലിനും കനത്ത ചൂടിന് ഇന്നലെ പഴുത്തുണ്ടായിരുന്നു. അപ്പൊ പഴുപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മളിങ്ങോട്ട് വന്നിട്ടില്ല. ഇന്നലെ ഞായറാഴ്ചയായിട്ട് ജയന്തിയേച്ചും പ്രേമേട്ടനൊക്കെ വന്നിട്ട് ഷൂട്ടിങ് ആയിരുന്നേ. അപ്പോ ചേട്ടനാണ് ഇങ്ങോട്ട് നനയ്ക്കാൻ വരുന്ന ആള്. അപ്പൊ ചേട്ടൻ പറയണ്ട. അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെ മോശമാണ് നമ്മുടെ വിളവെടുപ്പ്? അടിപൊളിയില്ലേ? ഇനി ഉണ്ടാവേണ്ട കേട്ടോ, കുറേ ഉണ്ടാവേണ്ടത്. ഇതൊക്കെ പൊടിച്ചു വേണമെങ്കിൽ ഇതൊന്നും കാര്യമില്ല. ഇതൊക്കെ നിറയെ കുത്തിയതാ. ഇതൊക്കെ കളയാം. ഇതും നിറച്ച് കുത്ത്. ഇതൊക്കെ കണ്ട നിറയെ കേടാ. അതും കേട് കളഞ്ഞോ? ഇവിടെ ഇടണ്ട. അത് മറ്റേ ഇതിന് കമ്പോസ്റ്റ് കൂടിയിലൂടെ ഇടാം. ഇനി ഇടുവാ. ഇനി മറ്റേ ഇനി നമ്മുടെ ഉള്ളത് നിത്യവഴുതന ഇടുവാന്നേ. കണ്ടാ നിത്യവഴുതന അല്ല നിത്യവഴുതന ഇഷ്ടം പോലെ ഉണ്ടായില്ല. കണ്ടാ ഇവിടെ ചിലത് മൂക്കാത്തത് തരുത് പൊട്ടിച്ചോളൂ. മൂക്കാത്ത പൊട്ടിക്കേ കൈ കൊണ്ട് നുള്ളിയാൽ കണ്ട ഡിഷ്. ഇതാണ് ഇതേ ഉപ്പേരിയൊക്കെ വയ്ക്കാൻ അടിപൊളിയാണ്. ഒരെണ്ണം വീണ് വല്ലാണ്ട് മൂത്ത് പൊട്ടിക്കില്ല. അത് പൊട്ടിക്കില്ല. അത് വിത്തിനെടുക്കാം. വിത്തും തൊട്ടാ ഇനി ഇഷ്ടംപോലെ ഇതിൻ്റെ അടിയിലേക്ക് വീണ് ഇനി നിറച്ച് മുളയ്ക്കും. ഇനിയുള്ളത് നമ്മുടെ വഴുതനങ്ങയാണ്. ഒരു വണ്ടം വഴുതനങ്ങ. അത് ആനക്കൊമ്പൻ. നിങ്ങളത് ഉണ്ട വഴുതനങ്ങകളാണ്. ഉണ്ടെന്നും പറയാൻ പറ്റില്ല. നീളനല്ലോ ഇഷ്ടം പോലെ സാധനം. ഇതേപോലെ തന്നെ ഞാൻ കൈ കൊണ്ട് പൊട്ടിക്കല്. ഇതേപോലെ തന്നെ അത് പൊട്ടിയാറായതാ. പൊട്ടിച്ചോ. ഇവിടെ ചേട്ടക്കാലത്ത് നനച്ചിട്ടില്ലേ തോന്നുന്നു. ഉണങ്ങി എടുക്കണ്ടല്ലോ. ദേ അതിൻ്റെ അടിയില്ലേ നനച്ചിട്ടുണ്ട്. അതാ പാറ പോലെ നമ്മൾ ഇവിടെയൊക്കെ നനച്ചാണ്. ഞാനേ ഇന്നലെ ഒരിക്കലും അബദ്ധം പറ്റിയേ. നമ്മൾ ഈ പന്തലിട്ടില്ലേ, പന്തല് നമ്മള് എന്നിട്ട് മത്തങ്ങയിലെ പന്തൽ എന്ന് പറഞ്ഞില്ലേ? ഇടുവാ മത്തങ്ങയല്ലേ? മത്തങ്ങയില ചിരക്കിയ നല്ല കാര്യം. വലുതായി ചിരക്കിയായി മാറി. കണ്ട അത്ഭുതം. ഇത് ചിരക്കിയാണെന്ന് ഇങ്ങനെ മനസ്സിലായേ? മത്തങ്ങരല്ല ചിരക്കാരല്ലേ ഇത്? അതിന് പടത്താം. എന്തെങ്കിലും പന്തല് വെച്ച് നന്നായി. മത്തങ്ങക്ക് പന്തല് വേണ്ട. മത്തങ്ങ ആടി കൂടെ പടർന്നോളൂ. ചിരക്കിക്ക് പന്തല് വേണം. ഇനി നമുക്ക് കോവക്കായ പൊടിക്കാൻ പോവാ. കോവക്കായ അധികമില്ല കേട്ടാ. കോവക്കായ പൊടിച്ച
കോവയ്ക്ക നമ്മുടെ വീട്ടില് അവിടെ കോഴിക്കോടിന്റെ അപ്പുറത്ത് പന്തലായിരുന്നപ്പോഴല്ലേ ഇഷ്ടം പോലെ ഉണ്ടായോടന്നെ. ഇതേ അപ്പൊ ഇങ്ങനെ നിറയെ കട്ട കുത്തിയല്ലിട്ടേ പൊട്ടിച്ചൂടാ. എനിക്ക് തൊട്ട് കാണിച്ചറിഞ്ഞ നേരെ ചേട്ടന് പൊട്ടിച്ചൂടാ. കൈ പൊട്ടിക്കാൻ ഇഷ്ടമാന്ന് പറഞ്ഞത് കൊണ്ടാണ്. ആര് പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ. ഇല്ലേ, ഞാൻ തന്നെ പൊട്ടിക്കാം. കാണുന്നവര് പൊട്ടിക്കാം. അതെ, ഞാൻ എനിക്ക് നിർത്തി തന്നതാണ്. കൈ അധികമായിട്ടില്ല. ഇപ്പൊ ഞാൻ അല്ലേ അത് അവിടെ ഇരുന്ന സമയത്ത് കാണ്ടമാന ഇതിപ്പോ ഉണ്ടായോടുന്നു. ഇതിൽ കടക്കി നോക്കി ചവറൊക്കെ ഇട്ടിട്ട് ചാണപ്പൊടിക്ക് ഇട്ടിട്ട് നന്നായി വൃത്തിയാക്കി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം കുറേ പൂവിട്ടുണ്ട് കോവക്കായ. എന്നാലൊരു ആരോഗ്യമില്ല. ഇലകളൊക്കെ എങ്ങനെ കണ്ട ഒരു ശോഷിച്ച പോലെയൊക്കെ നിൽക്കണം. വരും, വെയിലല്ലേ. വാ, ഇനി കുറച്ച് വെണ്ടക്കായുണ്ട്. വെണ്ടക്കായ പ്രാവശ്യം ഒക്കെ പുഴുവാ. 10 വെണ്ടക്കായ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഒരു 2-3 എണ്ണം ചിലപ്പോൾ നല്ല കിട്ടും. ബാക്കിയൊക്കെ പുഴുവാ. ചുവപ്പ് വെണ്ടക്കായ കേട്ടാ. ഇതേ അധികം പറ്റിയ പേരിന് ഇത്ര മതി. ആ അവിടെ എനിക്ക് വെണ്ടക്കായ. ഇതേ വെണ്ടക്കായ. ഇത് ഇതാണ്. ഇതേ സാരിതെ പയറ് നീളം പയറ് കണ്ട. അങ്ങനെ അധികമൊന്നുമില്ല. ഇതേ മൂക്കാൻ നോക്കുമ്പോഴേക്കും തത്തമ്മകൾ പടയ്ക്കും. ആകെ കുറച്ച് ഉണ്ടാവണമല്ലോ. ഉണ്ടാവണതാണെങ്കിൽ ഒന്നും മൂക്കാനായിട്ട് നിർത്താനും പറ്റില്ല. ഇതിവിടെ മറ്റേ പന്തലാണ് കേട്ടോ. പൂടാറാണെങ്കിൽ മറ്റേ സാധനം ഇത് നമ്മുടെ പാഷൻ ഫ്രൂട്ട്. ഇവിടേക്ക് ഉണ്ട് പയറ്. അതിൽ വയ്ക്കാം. ഉണ്ടായി തുടങ്ങിയിട്ടില്ലേന്ന് അടിയിൽ. ആ നോക്ക് കൊത്തമര. കൊത്തമര എവിടെയാ? അല്ല ഈ അമരക്കായ നോക്കിയേ. അമരക്കായ നട്ടിട്ടുണ്ടായിരുന്നു ചേട്ടൻ. അമരക്കായ നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് നല്ല അത്ഭുതകരമായ മാറ്റങ്ങളാണ് കാണിക്കുന്നത്. കണ്ട നോക്കിയേ, അമരക്കായ നോക്കിയേ. വാ നോക്കിയ പയറ്, അമരക്കായ. എൻ്റെ ദൈവമേ, ഇനി ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണം? ഒരാഴ്ചക്കുള്ള ഞങ്ങൾക്കുള്ള കൂട്ടാനുള്ള സാധനങ്ങളായി. നടക്ക്. എന്താ അത്ഭുതം. ഇതിപ്പോൾ കായ്പക്കായ നമുക്ക് ഇന്നലെ പൊട്ടിക്കേണ്ടതാണ്. പെട്ടെന്ന് പഴുപ്പ് വരുമ്പോഴേക്കും പെട്ടെന്ന് വെയിൽ കനത്ത വെയിലല്ലേ വന്ന് അടിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് പഴുപ്പം. എന്നാൽ പഴുത്തായാലും നമ്മുടെ ജൈവല്ലേ, കൂട്ടാൻ വെച്ചോ. അടിപൊളി. ഇനി ചാർലിനെയും ഇമ്രാനെയും കുറച്ച് നേരം അഴിച്ചിട്ടിട്ടൊന്ന് കളിപ്പിക്കുന്നു. അപ്പോൾ ഫുൾ ടൈം പൂട്ടിയിട്ടുള്ളതാണ്. രാത്രി അല്ല, ഫുൾ ടൈം എന്ന് പറഞ്ഞാൽ രാത്രി തുറന്നിടും. കാലത്തൊരു 6 മണി 6:30 ആകുമ്പോ പൂട്ടും. ഇപ്പൊ അവരെ രണ്ടുപേരും നമുക്ക് അഴിച്ചിട്ടിട്ട് ഓടിപ്പിക്കാം. നമ്മള് നേരം വെളുത്തിട്ട് നമ്മള് പകലൊക്കെ എവിടേക്കെങ്കിലും പോവില്ലേ. അപ്പൊ പകല് ഇവിടെ ഇവരെ അഴിച്ചു വിടാറില്ല പതിവ്. പകലിപ്പോൾ ഇവരെ അഴിച്ചു വിട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഞങ്ങൾ പുറത്തു പോയി പിന്നാലെ ചാടും. പിന്നാലെ നീതുവിന്റെ ഫോൺ വരും, ബാക്കിലത്തെ ജയന്റെ വൈഫിന്റെ. നിങ്ങളുടെ ചാർലി ഇമ്രാൻ എന്ത് ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ചാടിയിട്ട്. അതേ വന്നു. സന്തോഷം. ആർമാദിക്കൂ. കുറച്ചേരം വ്യായാമം. മേത്തൊക്കെ പാനുണ്ട്. ഇപ്പൊ പുറത്തേക്ക് പോണ കാരണം അതെ ഉള്ളി എടുക്കുമ്പില്ലേ. കുറച്ചേരം മൂത്രമൊഴിക്കാനും ഇതിനൊക്കെ ആയിട്ട് ഇവർക്ക് സ്വാതന്ത്ര്യം. വെറും 10 മിനിറ്റ് മാത്രം. അപ്പൊ നമുക്ക് അവരൊപ്പം ഒന്ന് ഓടാം. ചാർലി കൊടുക്കരുത് ചേട്ടാ. ചോറ് കൊടുക്കാന്ന് അവര് ഓടി കളിക്കട്ടെ. മാന്താനിരിക്കാൻ സമ്മതിക്കാൻ. അവര് ഓടി കളിക്കട്ടെ. നാളെ 2 എണ്ണത്തിൽ തേച്ചൊരച്ച് കുളിപ്പിക്കണം. നന്നായിട്ട് ഷാമ്പൂ ഇട്ടിട്ട്. ശരി, അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ കേട്ടോ. അപ്പൊ നമുക്ക് ഇനി നാളെ കാണാം.